Dear students, welcome back. Plus 1 Business Studies പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തുടർന്നുള്ള ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. നമുക്ക് ഈ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റാം ആൻഡ് റഹീം ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ മൊബൈൽ ഷോപ്പ് അറ്റ് ആലുവ. റാമും റഹീമും ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആലുവയിൽ 2 പേരുണ്ട്. വിച്ച് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് സ്യൂട്ടബിൾ ടു ദം? അവർക്ക് തുടങ്ങാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ബിസിനസ് ഫോം ഏതാണ്? അതായത് ഏത് രൂപത്തിലുള്ള ബിസിനസ്സാണ് അവർക്ക് തുടങ്ങാനായിട്ട് സാധിക്കുക? ഫോക്കസ് ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, വ്യത്യസ്ത തരത്തിൽപ്പെട്ട ബിസിനസ് രൂപങ്ങൾ പഠിക്കാൻ പറഞ്ഞതിൽ ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു, രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ് ആയിരുന്നു, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് ബിസിനസ്സാണ് ഇവിടെ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ളത്? അപ്പോൾ 2 പേർക്ക് തുടങ്ങാൻ പറ്റുന്നത് ഏതാണ്? പാർട്ട്ണർഷിപ്പ് ആണ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? പാർട്ട്ണർഷിപ്പ്. ഒരാൾക്ക് മാത്രം തുടങ്ങാൻ പറ്റുന്നതാണ് ഇത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അപ്പോൾ ഇവിടെ റാമും ഉണ്ട് റഹീമും ഉണ്ട്, 2 പേരുണ്ട്. അപ്പോൾ 2 പേർക്ക് തുടങ്ങാനായിട്ട് പറ്റുന്ന ഒരു തരം ബിസിനസ്സാണ് ഇതെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത ബിസിനസ്. ആൻസർ പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെന്ന് പറയണം, ഏത് രൂപത്തിലുള്ള ബിസിനസ് സംഘടനയാണെന്ന് പറയണം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണ്. അപ്പോൾ ഏതാണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നറിയപ്പെടുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ആൻസർ എന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അതിൽ നിന്ന് എസ് എ ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരാറുണ്ട്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണ്. ഐഡന്റിഫൈ ദിസ്. ഇത് ഏതാണെന്ന് തിരിച്ചറിയുക. ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അതിന്റെ സവിശേഷതകൾ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടാവും എസ് എ ക്വസ്റ്റൻ ആയിട്ട് വരാം. അപ്പൊ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതേതാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പൊ നിയമത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണ് ആര്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പൊ ആൻസർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ദി മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അംഗങ്ങളുടെ ക്ഷേമമാണ് അതിന്റെ ലക്ഷ്യം. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാണ്? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘം രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിലുള്ള മെമ്പേഴ്സിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ അംഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കുന്ന ഒരു തരം ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഇത് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. 2 വ്യക്തികൾ ഉണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതേതാണ്? പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. ഒരാൾ മാത്രമേ ഉള്ളൂ, 1 മാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതേതാണ്? ഏകാംഗ ബിസിനസ് ആണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കും. പിന്നെ മോട്ടീവ് വെൽഫെയർ ആണ്, ക്ഷേമത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്നതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതേതാണ്? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പൊ ഇവിടെ ആൻസർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോംഡ് ബൈ ആൻ അഗ്രിമെന്റ്. എ കോളത്തിലുള്ളതാണ്. ഫോംഡ് ബൈ ആൻ അഗ്രിമെന്റ്, നോട്ട് ഷെയറിംഗ് പ്രോഫിറ്റ്സ്, 1 മാൻ 1 വോട്ട്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. അപ്പോൾ ഇതിന് മാച്ച് ആയിട്ടുള്ള ബി കോളത്തിൽ വരുന്നത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ബി കോളത്തിലുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഫോംഡ് ബൈ ആൻ അഗ്രിമെന്റ് ഒരു കരാർ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്നത് ഏതാണ്? ബി കോളത്തിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ട്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഏതാണ്? അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ബിസിനസ് ആണ് ഇത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അപ്പോൾ ഒന്നിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ് ബി കോളത്തിൽ. ഇനി 2 എന്താണ്? നോട്ട് ഷെയറിംഗ് പ്രോഫിറ്റ്സ്. ലാഭം പങ്കുവെക്കുന്നില്ല. ലാഭം പങ്കുവെക്കാത്ത ബിസിനസ് ഏതാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, ഏകാംഗ ഉടമസ്ഥത ബിസിനസ്.
അപ്പോൾ ഏകാംഗ ഉടമസ്ഥ ബിസിനസ്സിൽ ഒരാൾ മാത്രമാണ് ബിസിനസ് നടത്തുന്നത്, അതിന് മുഴുവൻ കൺട്രോളും അയാൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനും അയാൾക്കുള്ളതാണ്. അവിടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. പിന്നെ അടുത്തത് വൺ മാൻ വൺ വോട്ട്. ഒരു ആൾക്ക് ഒരു വോട്ട് എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയാണ്? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കേട്ടോ. സഹകരണ സംഘങ്ങളുടെ പ്രത്യേകതയാണ് വൺ മാൻ വൺ വോട്ട്. അപ്പൊ അതൊക്കെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. വൺ മാൻ വൺ വോട്ട് എന്ന് മാത്രമേ തരുള്ളൂ. എന്നിട്ട് നമ്മളോട് പറയും ഐഡന്റിഫൈ ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസിന്റെ സവിശേഷതയാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത് ചോദിക്കും. അപ്പൊ ഏത് ബിസിനസിന്റെ സവിശേഷതയാണ് അത്? സഹകരണ സംഘത്തിന്റെ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ. എന്നിട്ട് നമ്മളോട് അതിന്റെ സവിശേഷതകൾ എഴുതാൻ പറയും. അങ്ങനെയാണ് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് 1 മാർക്കും പിന്നെ സവിശേഷതകൾ എഴുതുന്നതിന് അവിടെ നിന്ന് അങ്ങോട്ട് 7 മാർക്ക്. അങ്ങനെയാണ് 8 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എഴുതേണ്ടത്. അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വരാം, പാർട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ചിട്ട് വരാം, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടും വരാം. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. പിന്നെ 2 ആള് തുടങ്ങുന്നതാണ്, 2 ആളുകൾ കൂടി തുടങ്ങുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് പാർട്ട്ണർഷിപ്പ് ആണ്. പിന്നെ അതുപോലെ തന്നെ വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ ക്ഷേമമാണ് മോട്ടീവ്, ലക്ഷ്യം വെച്ചിട്ടുള്ള തരം ബിസിനസ് ആണ് ഇത് സഹകരണ സംഘം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? വൺ മാൻ വൺ വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ഏതിന്റെ സവിശേഷതയാണ്? സഹകരണ സംഘത്തിന്റെയാണ്. അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി മാച്ച് ചെയ്യാൻ അടുത്തത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഓഹരികള് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത്, ഓഹരികൾ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരു സ്വകാര്യ കമ്പനിയിൽ മാക്സിമം എത്ര അംഗങ്ങൾ വരെ ആവാം? എത്രയാണ്? 200 ആണ് കേട്ടോ. ആൻസർ 200, 200 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: വൺ മാൻ വൺ വോട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഏത് തരം ബിസിനസ് സംഘടനയുടെ നിയമമാണ് വൺ മാൻ വൺ വോട്ട് എന്നുള്ളത്? പ്രിൻസിപ്പിള് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത് ഏതാണ്? ആൻസർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദി സീരീസ്. താഴെ തന്ന സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് തന്നിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പിന്റെ നേരെ പാർട്ട്നേഴ്സ് എന്ന് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ കമ്പനി എന്നുള്ളതിന് നേരെ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള മെമ്പേഴ്സിന് നമ്മൾ അറിയപ്പെടുന്നത് പാർട്ട്നേഴ്സ് എന്ന പേരിലാണ്, പങ്കാളികൾ എന്നുള്ള പേരിലാണ്. എന്നാൽ അതേസമയം ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സിന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സിന് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അപ്പൊ ആൻസർ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി എന്നുള്ളതിന് നേരെ ഫില്ല് ചെയ്യേണ്ടത് അതാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കമ്പനിയുടെ ഓണേഴ്സ് ആണ്, ഉടമസ്ഥരെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മെമ്പേഴ്സ് may come and go but the company continue to exist. Which feature of joint stock company is referred here? മെമ്പേഴ്സ് വരാം പോവാം, മെമ്പേഴ്സ് വരികയോ പോവുകയോ ചെയ്യട്ടെ, എന്നാലും ആ കമ്പനി എന്ത് ചെയ്യും? തുടരുകയും ചെയ്യും, അത് നിലനിൽക്കുകയും ചെയ്യും. വിച്ച് ഫീച്ചർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് റെഫേർഡ് ഹിയർ? ഇവിടെ പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഏത് സവിശേഷതയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരുപാട് സവിശേഷത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനൊരു കോമൺ സീൽ ഉണ്ട്, പൊതുമുദ്ര ഉണ്ട്, അതുപോലെ തന്നെ അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പൊ അതിലെ ഏത് സവിശേഷതയാണ് മെമ്പേഴ്സ് വരികയും പോവുകയും ചെയ്യും എന്നാലും ആ കമ്പനി അവിടെ തുടരും എന്ന് പറയുന്നത്? ഏതാണ്? പെർപെച്വൽ സക്സഷൻ ആണ്, തുടർച്ചയായിട്ടുള്ള പ്രക്രിയ, പെർപെച്വൽ സക്സഷൻ. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അതായത് പെർപെച്വൽ സക്സഷൻ ആണ് സ്ഥായി ഭാവം, അതായത് അവിടേക്ക് പുതിയ മെമ്പേഴ്സ് വരികയോ ഉള്ള മെമ്പേഴ്സ് പോവുകയോ അങ്ങനെ എന്ത് തന്നെ അവിടെ സംഭവിക്കാന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിന് ഒരു സ്ഥിരത ഉണ്ടാവും, കമ്പനിക്ക് ഒരു സ്ഥിരത ഉണ്ടാവും, അതവിടെ തുടരുക തന്നെ ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്: കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോസ് ഡാഷ് പ്രിൻസിപ്പിൾസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് തുറവും. കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ ഫോളോ ചെയ്യുന്ന ഡാഷ് പ്രിൻസിപ്പിൾസ് ഏത് തത്വമാണ്? ഏതാണ്? വൺ മാൻ വൺ വോട്ട് എന്നുള്ളതാണ് സഹകരണ സംഘത്തിന്റെ തത്വം. വൺ മാൻ വൺ വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ എഴുതുന്നവർക്ക് വൺ മാൻ വൺ വോട്ട് എന്ന് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും കേട്ടോ, കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇനി പല ക്വസ്റ്റ്യനിലും മാച്ച് ചെയ്യാനുള്ള പല ക്വസ്റ്റ്യനിലും വരുന്ന 4 ടൈപ്പ് ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് തന്നിട്ട് അതിൻ്റെ പ്രത്യേകതകളും കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾക്ക് അത് ഏത് രൂപത്തിൽ മാച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും അറിയും. അതായത് 4 ടൈപ്പ്: സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഏകാംഗ ഉടമസ്ഥ ബിസിനസ്, പിന്നെ പാർട്ട്ണർഷിപ്പ് പങ്കാളിത്ത ബിസിനസ്, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹകരണ സംഘം, ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതിന് മാച്ച് ആയിട്ടുള്ളത് ഒന്ന് പാർട്ട്നേഴ്സ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ആരാണ് ഉണ്ടാവുക? പാർട്ട്നേഴ്സ്. പിന്നെയോ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മിനിമം 2 വ്യക്തികൾ വേണം, മിനിമം 2 പേഴ്സൺസ്. അത് മാക്സിമം 10 ഇൻ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്, 20 ഇൻ കേസ് ഓഫ് അതർ ബിസിനസ്. പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതൊരു 1 മാൻ ബിസിനസ് ആണ്. 1 മാൻ ബിസിനസ് ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ. അവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നില്ല, ലാഭം പങ്കിടുന്നില്ല. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷെയർ ഹോൾഡേഴ്സ് ആണ്. കമ്പനിയുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതിനൊരു കോമൺ സീൽ ഉണ്ടായിരിക്കും, പൊതുമുദ്ര ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർവീസ് മോട്ടീവാണ്, സേവനമാണ് ഒരു സഹകരണ സംഘത്തിന്റെ ലക്ഷ്യം. സർവീസ് മോട്ടീവാണ്. അതുപോലെ തന്നെ വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പിന്നെ 1 മാൻ 1 വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് അവിടുത്തെ തത്വം, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാച്ച് ചെയ്യാൻ ഏത് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിസ്റ്റർ മുഹമ്മദ് ആൻഡ് മിസ്റ്റർ സാജൻ എൻറ്റേർഡ് ഇൻ ടു ആൻ അഗ്രിമെന്റ്. ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മുഹമ്മദും സാജനും ഒരു അഗ്രിമെന്റ്, ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ടു സ്റ്റാർട്ട് എ ബിസിനസ് ടു ഷെയർ പ്രോഫിറ്റ്സ്, ലാഭം പങ്കിടാം എന്നുള്ള ഒരു അഗ്രിമെന്റ് പ്രകാരം അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐഡന്റിഫൈ ദി ഫോം ഓഫ് ബിസിനസ് ദേ ഡിസൈഡഡ് ടു സ്റ്റാർട്ട്. അവർ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏത് ടൈപ്പ് ബിസിനസ് ആണ് എന്നുള്ളതാണ്. 2 ആളുണ്ട്, അവിടെ ഒരു അഗ്രിമെന്റ് ഉണ്ട്. അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ്, നമുക്കറിയാം. അപ്പോൾ ഏത് ടൈപ്പ് ബിസിനസ് ആണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് 1 മാർക്ക്. പിന്നെ എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പോകുന്നില്ല കേട്ടോ, ചുരുക്കി തരുന്നുള്ളൂ. അതിന്റെ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പുസ്തകം നോക്കിയിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും അതുപോലെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, അതിൻ്റെയൊക്കെ സവിശേഷതകൾ നല്ലോണം പഠിച്ചു വെക്കണം. അതിൻ്റെയൊക്കെ സവിശേഷതകൾ ചോദിക്കാം. 8 മാർക്കിന് 5 മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. നമ്മളിപ്പോൾ ഒരു ചുരുക്ക രൂപത്തിൽ, ഒരു 1 വേർഡ് ആയിട്ടുള്ള രൂപത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പതിവ് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നല്ല കമൻസ് എഴുതുക, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഡസ് മിസ്റ്റർ മനോജ് ഓൺ. മിസ്റ്റർ മനോജിന് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ബിസിനസ് ആണ് എന്നുള്ളതാണ്. ഒരാൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഏതാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലേ, ഏകാംഗ ഉടമസ്ഥ ബിസിനസ്. അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സ്റ്റേറ്റ് എനി 4 അഡ്വാൻറ്റേജസ് ആൻഡ് 3 ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ, അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഏതെങ്കിലും 4 ഗുണങ്ങളും 3 പോരായ്മകളും എഴുതുക, ദോഷങ്ങളും എഴുതാം. അപ്പൊ അതിൽ നമുക്ക് എത്ര എണ്ണമാണ് എഴുതാൻ പറഞ്ഞാൽ അത് മാത്രം എഴുതിയാൽ മതി. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഓരോ ഗുണങ്ങളും പോരായ്മകളും എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻസെന്റീവ് ആണ്, കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ആ ഒരാൾക്ക് മാത്രം എടുക്കാം എന്നുള്ളതുകൊണ്ട് അയാളുടെ ബിസിനസ് അയാൾക്ക് എന്നും മോട്ടീവ് ആണ്, കൂടുതൽ പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ അത് ഈസി ടു ഫോം ആൻഡ് ഈസി ടു ക്ലോസ്, രൂപീകരിക്കാൻ എളുപ്പമാണ്, അടച്ചു പൂട്ടാനും എളുപ്പമാണ്. അതിന്റെ പോരായ്മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ലിമിറ്റഡ് റിസോഴ്സസ്, പരിമിതമായ വിഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഒരാൾ മാത്രമാണ് ക്യാപിറ്റൽ ഇറക്കുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് ലൈഫ് ആയിരിക്കും, പരിമിതമായ കാലദൈർഘ്യം അതിനുണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ്സാണ്, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. അത് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. ഒരു സോൾ ട്രേഡറുടെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് നടത്തുന്ന വ്യക്തിയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സോൾ ട്രേഡർ, ഏകാംഗ വ്യാപാരി. ആ സോൾ ട്രേഡറുടെ ബാധ്യത, ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതിന്റെ മറ്റൊരു ഡിമെറിറ്റ്സ് നമുക്കറിയാം, ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി ആണ്. അതായത് ആ ബിസിനസ്സിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും, കാരണം ഒരാളുടെ കഴിവ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ആ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് മറ്റുള്ളതും ചോദിക്കും. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ചോദിക്കും, പാർട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ച് ചോദിക്കും, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് ചോദിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അനു ആൻഡ് ഹിസ് 7 ഫ്രണ്ട്സ് ടുഗദർ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അനു അതുപോലെ അവരുടെ 7 ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. They are on a confusion whether it should be a partnership firm or a joint stock company. അവർ കൺഫ്യൂഷനിലാണ്, അത് പാർട്ണർഷിപ്പ് ബിസിനസ് ആയിട്ട് തുടങ്ങണോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് തുടങ്ങണോ. 7 ആളെ ഉണ്ട്. ഹെൽപ്പ് ദം ടു സെലക്ട് ദ സൂട്ടബിൾ ഫോം ഓഫ് ബിസിനസ്, സൂട്ടബിൾ ഫോം ബൈ എക്സ്പ്ലെയിനിങ് എനി 4 മെറിറ്റ്സ് ആസ് വെൽ ആസ് ഡിമെറിറ്റ്സ് ഈച്ച് ഓഫ് ഇറ്റ്. അപ്പോൾ ഏത് ടൈപ്പ് ബിസിനസ്സാണ് നല്ലത്? 7 ആളുണ്ട് എങ്കിൽ പാർട്ണർഷിപ്പ് ആണോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണോ? 7 ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. പാർട്ണർഷിപ്പ് തുടങ്ങാൻ മിനിമം എത്ര ആൾ മതി? 2 പേര് മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് നല്ലത്. അപ്പൊ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതണം. എസ് എ ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ചിട്ട് എഴുതാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ പാർട്ണർഷിപ്പ് ഡീഡ് എന്താന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ അതിന്റെ കണ്ടന്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആ 8 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിന്റെ കണ്ടന്റ്സ്, അതിന്റെ ഉള്ളടക്കം. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ്, അത് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു രേഖയാണ്. കണ്ടെയ്നിങ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമവ്യവസ്ഥകളും അടങ്ങിയിട്ടുള്ള ഒരു രേഖയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം പാർട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ആൻ അഗ്രിമെന്റ്. ഒരു അഗ്രിമെന്റിനെ, ഒരു ഉടമ്പടിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് അഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ആ അഗ്രിമെന്റ്, കരാറ് വാക്കാലുള്ളതോ എഴുതി തയ്യാറാക്കിയതോ ആവാം. ഇഫ് ഇറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം, അത് റിട്ടൺ ഫോമിലാണെങ്കിൽ, എഴുതി തയ്യാറാക്കിയതാണെങ്കിൽ അതിനാണ് ഇറ്റ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് നമ്മൾ പറയുന്നത് പങ്കാളിത്ത പ്രമാണം എന്ന് പറയും, പാർട്ണർഷിപ്പ് ഡീഡ്. പിന്നെ അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് ഡീഡിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കമ്പനിയല്ല, പാർട്ണർഷിപ്പ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കും. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഫേമിന്റെ പേരെന്താണ്, ഫേമിന്റെ സ്വഭാവം എന്താണ്, എന്ത് തരം ബിസിനസ് ആണ് അവിടെ ചെയ്യുന്നത്, ആ ബിസിനസ് സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, എത്ര കാലത്തേക്കാണ് ബിസിനസ് തുടങ്ങുന്നത്, അതുപോലെ അവിടെയുള്ള പാർട്ട്നേഴ്സിന്റെ സാലറി എത്ര, കമ്മീഷൻ എത്ര, അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണ്, അവർ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു, വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് എത്രയാണ് ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് എത്ര ശതമാനം വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, അത് അടച്ചു പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടീഷൻസ്, അതിന്റെ ഓഡിറ്റ്, അക്കൗണ്ട്സുകളുടെ ഓഡിറ്റ് കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാ കണ്ടന്റ്സും ഒരു 10 കണ്ടന്റെങ്കിലും പഠിക്കുക. പരീക്ഷയ്ക്ക് ഒരു 4 കണ്ടന്റ് എഴുതാൻ പറയുന്നുള്ളെങ്കിൽ 4 എണ്ണം മാത്രം എഴുതിയാൽ മതി. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ കണ്ടന്റ്സും എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിൽ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും, വ്യത്യാസങ്ങൾ. അപ്പോൾ പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മിനിമം 7 ആളുണ്ടെങ്കിലാണ് ഒരു പബ്ലിക് കമ്പനി രൂപീകരിക്കാനായിട്ട് സാധിക്കുക. മാക്സിമം എത്ര വരെയും ആവാം. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലോ മിനിമം 2 ആളുകളും മാക്സിമം 200 ആളുകൾ. ഇതിൽ നിന്നൊക്കെ 1 വേർഡ് വരും കേട്ടോ. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം എത്ര, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം എത്ര എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ അവിടെ ഡയറക്ടേഴ്സിന്റെ എണ്ണം എത്ര വരെ ആവാം എന്നുള്ളതാണ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ 3 ഡയറക്ടേഴ്സ് വേണം, പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2 ഡയറക്ടർമാരാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അതായത് പബ്ലിക് കമ്പനിക്ക് അവരുടെ ഷെയർ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് റെസ്ട്രിക്ഷൻ ഓൺ
ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഒരു സ്വകാര്യ കമ്പനിക്ക് ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. പിന്നെ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഷെയർസ്, അതായത് പൊതുജനങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. അത് പബ്ലിക് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പൊതുജനങ്ങളിൽ നിന്നും ഓഹരികൾ ക്ഷണിക്കാം, ഇൻവൈറ്റ് ചെയ്യാം. എന്നാൽ ഒരു സ്വകാര്യ കമ്പനിക്ക് അങ്ങനെ ക്ഷണിക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ ഒരു പബ്ലിക് കമ്പനിയിൽ മെമ്പേഴ്സിന്റെ ഇൻഡെക്സ്, മെമ്പേഴ്സിന്റെ സൂചിക അത് നിർബന്ധമാണ്. എന്നാൽ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് ചോദിക്കാം. ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റിനും ചോദിച്ചേക്കാം. അപ്പോൾ ഇതിന് ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മിനിമം എത്ര ആളാണ് വേണ്ടതെന്ന് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. മിനിമം 2, അതുപോലെ തന്നെ മാക്സിമം അത് ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10, മറ്റുള്ള ബിസിനസ് ആണെങ്കിൽ 20. അത് ശരിക്കും പഠിച്ചു വെക്കുക. അതുപോലെ മറ്റൊന്നുണ്ട്, നമ്മുടെ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘം. ഒരു സഹകരണ സംഘം രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള അഡൾട്ട് മെമ്പേഴ്സ്, പ്രായപൂർത്തിയായിട്ടുള്ള 10 മെമ്പേഴ്സ് അനുമതി ഉണ്ടെങ്കിലാണ് ഒരു സഹകരണ സംഘം രൂപീകരിക്കാനായിട്ട് പറ്റുക. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിന്റെ ഇയർ ഏതാന്ന് ചോദിക്കും. 1932 ആണ്. അതുപോലെ സഹകരണ സംഘത്തിന്റെ ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരമാണ് സഹകരണ സംഘം പ്രവർത്തിക്കുന്നത്. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഇയർ 1912 ആണ്, 1912 ആണ്. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളൊക്കെ രൂപീകരിക്കുന്നത് 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ് കമ്പനികൾ രൂപീകരിക്കുന്നത്. അപ്പോൾ 1956 കമ്പനീസ് ആക്ടിന് അമെൻഡ് ചെയ്ത് അതിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത് ഇയർ മാറ്റിയിട്ട് 2013 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1956 ആണുള്ളതെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് നിങ്ങൾ 1956 എന്ന് എഴുതുക. അത് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇയർ ഏതാക്കി എടുക്കുക, 2013 എന്നുള്ളതാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ നിന്ന് വൺ വേർഡ് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ലാബിലിറ്റീസ്, ബാധ്യതകൾ എങ്ങനെയൊക്കെയെന്ന് ചോദിക്കും. പാർട്ട്നേഴ്സിന്റെ ബാധ്യത അൺലിമിറ്റഡ് ആണ് കേട്ടോ. പങ്കാളികളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ അപരിമിതമാണ്. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് ടു ക്യാപിറ്റൽ, അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനനുസരിച്ച് പരിമിതമാണ്. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിൻ്റെതും ലിമിറ്റഡ് ആണ്. സോൾ ട്രേഡർതും പാർട്ട്നേഴ്സിൻ്റെതും അൺലിമിറ്റഡ് ആണ് കേട്ടോ. അത് പ്രത്യേകം ഓർത്തു വെക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 man 1 vote എന്ന് പറയുന്നത് ഏതിന്റെ പ്രത്യേകതയായിരുന്നു? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രത്യേകതയായിരുന്നു. എന്നാൽ 1 share 1 vote എന്നുള്ളത് ഏതിന്റെ പ്രത്യേകത എന്നുള്ളതാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രത്യേകതയാണ് 1 share 1 vote, ഒരു ഷെയറിന് 1 വോട്ട് എന്നുള്ളത്. ഓക്കെ, അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദി മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺ ഇൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈസ് ഡാഷ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ മാക്സിമം നമ്പർ, അതായത് മാക്സിമം എത്ര വരെ ആളുകളാവാം, അത് അൺലിമിറ്റഡ് ആണ്, എത്ര വരെയും ആവാം. മിനിമം എത്രയാണ്? പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 7 ആണ്. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലോ മിനിമം 2, മാക്സിമം 200. അപ്പോൾ ഈ പാർട്ണർഷിപ്പിൽ എത്ര മെമ്പേഴ്സ് ആവാം എന്നുള്ളതും, അതുപോലെ പബ്ലിക് കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് വരെ ആവാം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എത്ര ആവാം, പ്രൈവറ്റ് കമ്പനിയിൽ എത്ര ആവാം, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നുള്ളൂ, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും. ഓക്കെ, താങ്ക്